പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ. അതൊരു ഒന്നൊന്നര മത്സരമായിരിക്കും. ഞങ്ങൾ പോർച്ചുഗൽ ഫാൻസിന് ആ മത്സരം കുറച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. കുറേ എണ്ണത്തിൻ്റെ അണ്ണാക്കിൽ കൊടുക്കാനുണ്ട്. ആദ്യ മത്സരം സമനിലായപ്പോൾ ഭയങ്കര ഡയലോഗാണ് എല്ലാവരും അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചാലും നിങ്ങൾ പറയും ചെറിയ ടീമിനല്ല തോൽപ്പിച്ചത്, ധൈര്യമുണ്ടെങ്കിൽ കൊളംബിയനെ തോൽപ്പിച്ച് കാണിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ മത്സരം ഒരു ഡിസൈഡർ മത്സരമാണ്. അതിൽ ജയിച്ചാൽ പോർച്ചുഗൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും, ഡ്രോ ആയാലും കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും. അപ്പോൾ കൊളംബിയക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ വരവറിയിക്കും നമ്മൾ ആരാ എന്താന്നുള്ളത്. പിന്നെ ഹെയ്റ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ പറയും, അവർ വന്നിട്ട് പറയും ഓ നമുക്ക് നോക്കാം ഞാൻ അടുത്ത റൗണ്ടിൽ ഗ്രൂപ്പല്ലേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം, അതാണ് നമുക്കും ഇഷ്ടം. ഇനി ഈ മത്സരം എന്തുകൊണ്ട് ഭയങ്കര ടോപ്പാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗലിൻ്റെ ഡിസൈഡർ മാച്ച് ഞാൻ പറഞ്ഞല്ലോ. അതായത് പോർച്ചുഗൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 32 ചെറിയ ടീമിനെ കിട്ടുള്ളൂ. അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകണമെന്ന് വാശി പിടിക്കുന്നത്. ഒന്ന്, നമ്മൾ ഏത് ഗ്രൂപ്പിലായാലും നമുക്ക് ചാമ്പ്യന്മാരാകണമെന്നതും. രണ്ട്, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാലാണ് നമുക്ക് അർജൻറ്റീനയെ കിട്ടുക. അത് നമുക്ക് വേണം. ഇനി രണ്ടാം സ്ഥാനക്കാരായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടല് ക്രൊയേഷ്യയാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ സൈഡിലേക്ക് വരും. പിന്നെ നമുക്ക് ഫൈനലിൽ അർജൻറ്റീന ബ്രസീലിനൊക്കെ കിട്ടുള്ളൂ. അത് വേണ്ട, പോകുന്ന വഴിക്ക് തന്നെ എല്ലാവരെയും കിട്ടണം. അപ്പോൾ കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മത്സരം, പോർച്ചുഗൽ ജയിച്ചു കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 32 ചെറിയ ടീമിനെ കിട്ടുള്ളൂ. പോർച്ചുഗൽ തോൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമനിലയാവുകയാണെങ്കിൽ ക്രൊയേഷ്യ ആയിരിക്കും അവരുടെ എതിരാളികൾ. അപ്പോൾ ആ മത്സരത്തിൽ നമ്മൾ ആരാണെന്ന് കാണിച്ച് അടുത്ത മത്സരം ജയിക്കും. പക്ഷെ അത് വലിയ സംഭവമാക്കാനൊന്നുമില്ല. ഓക്കെ.